ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ കാണുന്ന റൗണ്ട് ടാങ്കിലെ വെള്ളം വറ്റിച്ചിട്ട് മീനൊക്കെ തിരിച്ച് പിടിക്കാൻ പോവുകയാണ്. ഒരു 3 മാസം മുമ്പായിട്ടാണ് നമ്മൾ ഇതിൽ മീനാക്കിയിട്ടുള്ളത്. അപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ അനാബസ് എന്ന് പറഞ്ഞ പൊരിക്ക് എന്ന് പറഞ്ഞ മീനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ വരാൽ കുടുങ്ങിയിട്ടില്ല, ഇതിൽ ഫുൾ പൊരിക്കാണ്. നമുക്ക് എങ്ങനെയായാലും നോക്കാം. ഇതിലെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കോരിവല കൊണ്ടാണ് ഇപ്പോൾ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് തന്നെ പിടിക്കേണ്ടി വരും, കാരണം വരാലിനൊന്നും അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മീൻ പിടിച്ചിട്ട് നമ്മളെന്ത് തൊട്ടടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിലേക്ക് മാറ്റാൻ പോവാണ്. കുളത്തിൽ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കുളത്തിലെ വെള്ളം വറ്റുന്ന സമയത്താണ് നമ്മൾ ആ കുളത്തിലെ മീനിനെ മൊത്തം ഈ ടാങ്ക് കെട്ടിയിട്ട് ഇതിലേക്ക് കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ 2-3 മാസത്തോളം നമ്മൾ വളർത്താൻ ശ്രമിച്ച് ഫീഡ് കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ച് പരാജയം തന്നെയായിരുന്നു. കാരണം നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്രൈയുടെ ലാർവകളെ കൊടുത്തിട്ടുണ്ട്. കാരണം വരാലിന് ലൈഫ് ഫീഡ് വേണോ, ലൈഫ് ഫീഡ് വേറെ ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അനാബസ് എന്ന് പറയുന്ന നമ്മുടെ നാടൻ പൊരിക്ക് അതും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടിയാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും നോക്കാം എത്രത്തോളം കിട്ടുന്നില്ല. ഇവിടെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളം വറ്റി കഴിഞ്ഞതിന് ശേഷം നോക്കാം. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, വെള്ളം നല്ല രീതിയിൽ അഴുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം അടിത്തട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു ടാങ്ക് ഹൈറ്റ് വരുന്നത് 4 അടിയാണ് ഹൈറ്റ് വരുന്നത്. നമ്മൾ ഈ ഒരു ടാങ്ക് നിർമ്മിച്ച സമയത്ത് നമ്മൾ ഡ്രൈനേജ് പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ടാങ്ക് നിൽക്കുന്നത് ഹൈറ്റിലാണ്, ഇവിടെ താഴെ നല്ല താഴ്ചയുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ലെവൽ അനുസരിച്ച് നമ്മളൊരു പൈപ്പ് ഇട്ട് വെള്ളം നിറച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ വെള്ളം പുറത്തേക്ക് ഇതിൽ നിന്ന് കളയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളന്ന് ഡ്രൈനേജ് പൈപ്പ് സെറ്റ് ചെയ്യാഞ്ഞത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടില്ലേ, ഒരു മോട്ടറിൻ്റെ പമ്പിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് വെള്ളം ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഡ്രൈനേജ് പൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. പക്ഷേ അന്ന് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ വേണമെങ്കിലും ഇനി ചെയ്യാവുന്നതാണ്. കാരണം ഇത്തരത്തിൽ ടാങ്ക് നിർമ്മിക്കുന്ന സമയത്ത് കണ്ടില്ലേ, നമ്മൾ സിമെൻറ്റ് കൊണ്ട് കോൺക്രീറ്റ് ടാങ്കൊക്കെ നിർമ്മിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഡ്രൈനേജ് പൈപ്പ് ഒരിക്കൽ സെറ്റ് ചെയ്തില്ല പിന്നെ സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ കാണുന്ന ഷീറ്റ് റൗണ്ട് ഷീറ്റ് നമുക്ക് എടുത്തിട്ട് റൗണ്ട് ഷീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രൈനേജ് പൈപ്പ് സെറ്റ് ചെയ്ത് വീണ്ടും ആ ഷീറ്റ് ഇറക്കി കൊടുത്താൽ മതി. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്ങനെയായാലും നമ്മൾ മീൻപിടുത്തം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇനിയും കുറച്ചും കൂടി വലിയാണ്ട്. വെള്ളം കുറച്ച് വലിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ മീൻ പിടിക്കാനും വേണ്ടിയിട്ട് കുളത്തിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അകത്ത് ഇറങ്ങിയിട്ട് മീൻ പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളം വലിഞ്ഞിട്ടില്ല, കുറേശ്ശാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കിട്ടുന്നതൊക്കെ നമ്മുടെ പൊരിക്കാണ് കിട്ടുന്നത്. പൊരിക്ക് പെട്ടെന്ന് വലയിൽ കുടുങ്ങും. കാരണം വെച്ചാൽ അതിൻ്റെ ചെകിള വന്നിട്ട് വലയിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ. പക്ഷെ വരാൽ കിട്ടാനാണ് ബുദ്ധിമുട്ട്. നല്ല രീതിയിൽ ടാങ്കിൻ്റെ അടിയിൽ വഴുക്കുന്നുണ്ടെന്നാണ് ടാങ്കിൽ ഇറങ്ങിയ ആൾ പറഞ്ഞ്. ഇതിൽ വരാലുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. വരാലിൽ വലിയ ഗ്രോത്ത് ഒന്നുമില്ല കേട്ടോ. നേരത്തെ എങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് ഏകദേശം അതേയൊക്കെ രീതി തന്നെ കാണിക്കുന്നത്. വലിയ സൈസൊന്നും കാണിക്കുന്നില്ല വരാലിൽ. ഉണ്ടല്ലേ, ചെറിയ സൈസ് തന്നെ വരാലുള്ളത്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ പാത്രത്തിൽ നിന്ന് മൊത്തം ഈ ടാങ്കിലുള്ള മൊത്തം കളക്ട് ചെയ്തിട്ട് വേണം നമുക്കിത് കുളത്തിൽ കൊണ്ടാക്കാൻ. അനാബസാണ് ഈ കാണുന്നത്. അനാബസ് ഉണ്ടല്ലേ, ഈ ചെകിള പെട്ടെന്ന് വലയിൽ കുടുങ്ങും. അതുകൊണ്ട് തന്നെ അനാബസ് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ചും കൂടി ടാങ്കിൻ്റെ ഇടയിൽ 4 അടി ഹൈറ്റാണ് ടാങ്കിനുള്ളത്. ഇനി കുറച്ചും കൂടി ഉണ്ടല്ലോ, വരാലൊക്കെ ചാടൽ തുടങ്ങിയിരിക്കണേ. ഏകദേശം ഈ അടിയിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം വലിയാനുള്ളൂ. ഏകദേശം 1 അടി വെള്ളം അല്ലെങ്കിൽ 1/2 അടി വെള്ളമൊക്കെ ഇനി വലിയാനുള്ളൂ. അതുകൂടി വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് മീനിന് ഇതിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ കിട്ടുന്നതൊക്കെ നേരത്തെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടാങ്കിൻ്റെ അടിത്തട്ടിൽ വെള്ളം ഏകദേശം അടിത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മീനുകളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം. നമ്മളിപ്പോൾ കോരുന്ന സമയത്ത് നമുക്ക് അധികമായിട്ട് കിട്ടുന്നത് അനാബസാണ് പെട്ടെന്ന് വലയിൽ കുടുങ്ങുന്നത്. വരാലൊക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വരാലിന് ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ അത്
തെന്നി മാറിക്കൊണ്ടിരിക്കുക. മേലേക്ക് ഇടയ്ക്ക് കുതിക്കുന്നുണ്ട്, വല കാണുന്ന സമയത്ത് മേലേക്ക് കുതിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വരാൽ ഇതിനകത്തുണ്ട്. കണ്ടില്ലേ, ഇവിടെ കിടക്കുന്നതിലൊക്കെ അധികം വരാലാണുള്ളത്. അപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം മുക്കി വാർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ടാങ്ക് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു കുഴിയായിട്ട് ചട്ടി ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടാങ്കിൻ്റെ സെൻറ്റർ വശത്ത് മാത്രമായിട്ട് അപ്പോൾ വെള്ളം നിൽക്കുന്നത്. മീനുകളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വേണ്ട രീതിയിൽ അത്ര വലിയ അഴുക്കൊന്നും അടിത്തട്ടിൽ കാണുന്നില്ല. നേരത്തെ നമ്മൾ വെള്ളം പൈപ്പ് വഴി ഒഴിവാക്കിയിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ കയറി പോയിട്ടുണ്ടാവും. നല്ല രീതിയിൽ വഴുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതിൽ ഇറങ്ങിയാൽ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഇല്ല. സൈഡിലൊരു ഇച്ചി പിടിച്ചൊരവസ്ഥ ഉണ്ട്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിലാണെങ്കിൽ നമ്മൾ ഇതിൽ തുടക്കത്തിൽ മീനിട്ട് ഏകദേശം 100ഓളം മീനുകൾ ഇട്ടിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. മീനുകളൊന്നും മോർട്ടാലിറ്റി ഇതുവരെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 മാസത്തിനകത്ത് തന്നെ മീനുകളെ നമുക്ക് വളർത്താൻ പറ്റി, കുഴപ്പമൊന്നുമില്ല. മീനുകൾ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ നമുക്ക് വേണ്ട റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല കേട്ടോ, മീനുകളൊക്കെ ഉണ്ട്. ഒരു മോർട്ടാലിറ്റി ഇല്ലാതെ നമുക്ക് ഇത്രയും കാലം മീനിനെ ഈ ഒരു ടാങ്കിൽ കീപ്പ് ചെയ്യാൻ പറ്റി. അതിന് നമുക്ക് വലിയൊരു റാത്ത് തന്നെയാണ്, അൽഹംദുലില്ലാ. ഇനി നമുക്ക് വല കൊണ്ട് കോരിയിട്ട് കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു, മീനുകൾ കീപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കുളത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റാൻ പോകണം, പിടിക്കാൻ പോകുന്നതിനൊക്കെ. കാരണം ഇപ്പോൾ ബ്രീഡിങ്ങിൻ്റെ ടൈമാണ്. ഇനിയിപ്പോൾ ബ്രീഡ് ചെയ്യാനായത് ഇതിലുണ്ടെങ്കിൽ അപ്പോൾ നാച്ചുറൽ പോണ്ടാണ് കുളം. അപ്പോൾ കുളത്തിൽ നിന്ന് ബ്രീഡാവുന്നുള്ള പ്രതീക്ഷയുള്ളത്. നമ്മളുടെ അനാബസാണിത്. അനാബസൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിക്കണം, മുള്ള് ഇല്ലെങ്കിൽ കയ്യിലേക്ക് തറച്ച് കയറുന്നത് പെടുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ ചെകിളയിൽ നോക്കി പിടിക്കണം. അപ്പോൾ ഇതിനൊക്കെ എഗ്ഗ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. കണ്ടില്ല, ഇതിൻ്റെ അടിവശം നോക്കിയിരുന്ന് നല്ല രീതിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് എഗ്ഗ് ഉണ്ടായിരിക്കാനാണ് ചാൻസ്. അങ്ങനെയാണ് ഇതൊക്കെ ബ്രീഡാവേണ്ട ടൈമാണ്. ഇതിലാണ് നമ്മൾ എല്ലാ മീനുകളെയും പെട്ടുള്ളത്. ഇനി നമുക്ക് മീനുകളെ കംപ്ലീറ്റ് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുളത്തിലേക്ക് കൊണ്ടുപോയിടാം. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരാൾ, അല്ലേ? ഇതിൻ്റെ അടിവശത്ത് ഇങ്ങനെ വയറ് നിറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ തോന്നുന്നുണ്ട്. അതൊക്കെ പഞ്ഞീനാ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ വരാലിനെ പിടിച്ചാൽ മിണ്ടല്ലേ മക്കളെ, വരാലിനെ പിടിക്കുന്ന സമയത്ത് വരാൽ നല്ല വഴുക്കളിച്ച് പോകും. അപ്പോൾ വരാൽ പിടിക്കുന്ന സമയത്ത് ശരിക്കും നല്ല രീതിയിൽ തന്നെ ചെകിള് നോക്കി പിടിക്കണം. നമ്മളിങ്ങനെ പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ വയറൊന്നും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വയറ് നോക്കി കഴിഞ്ഞാലും കണ്ടില്ല, ഇതിൻ്റെ വയറ് നോക്കി കഴിഞ്ഞാലും തൂങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എഗ്ഗ് ഉണ്ട്, താഴെ പോയി. ഇതൊക്കെ ബ്രീഡാവാനുള്ള സൈസായിട്ടുണ്ടെന്നാണ് തോന്നണത്. ഇനി ഒരു മീനും കൂടി നമുക്ക് ഇതിന് പിടിക്കാനുള്ള, ബാക്കിയൊക്കെ മീൻ വലയിലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടാങ്കിൽ നിന്ന് പിടിച്ചിട്ടുള്ള മീനുകളെ മൊത്തം ഈ പാത്രത്തിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ടാങ്കിൽ. ഈ ടാങ്കിൽ നിന്ന് നമ്മൾ കൊട്ടയിലേക്ക് മാറ്റാൻ പോവാണ്, കുളത്തിലേക്ക് കൊണ്ടുപോയി ആക്കാൻ പോവാണ്. നമ്മൾ കൊട്ടയിലേക്ക് മീനിനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇല്ല, വെള്ളം ഉണ്ടെങ്കിലേ ചാടുള്ളൂ. അതിനുള്ളിൽ ഇനി മീനുണ്ട്. കൊട്ടില്ലേ, ആ 2.5 പിടിക്കും, അത് പിടിക്കും. അത് അതിൻ്റെ ചോട്ടുന്നുണ്ട്. അതാ അതൊന്ന് ശരിക്കും നാട്ടി അതിനുള്ളിലുണ്ടാവും. എന്താ പൊരിക്കാവുന്നുണ്ട്. ഇവിടെ ഒരു പൊരിക്ക് കൂടി നിൽക്കുക. 100 ആവില്ല ഈ കറക്റ്റ്, അതിൽ കൂടുതലുണ്ടാവും. ഈ കറക്റ്റ് 100 കൂടുതലുണ്ടാവും, കാരണം പൊരിക്ക് അത്യാവശ്യം ഉണ്ടല്ലോ. കണ്ണനുണ്ടല്ലോ ചെറുതാണെങ്കിൽ.
ഇതാണ് ഇത്രയും മീനുകളാണ് ഈ ടാങ്കിലാക്കിയതും ഇതിൽ നിന്ന് പിടിച്ചതും. ഒരൊറ്റൊന്നും മോർട്ടാലിറ്റി ആയിട്ട് ഈ ടാങ്കിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ നമ്മളത് പൊങ്ങ എന്തെങ്കിലും അറിയേണ്ടതാണ്, അതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ കുളത്തിലേക്ക് മാറ്റാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കുളത്തിനകത്താണ് നിൽക്കുന്നത്. വെള്ളം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഏകദേശം ഈ ഒരു ഹൈറ്റിലൊക്കെ ഇവിടെ വെള്ളം വരും. അപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്, അതിനകത്തേക്കൂടെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. അവിടെ കൂടുവല പോലെ വെക്കേണ്ടി വരും മീനുകൾ പുറത്തേക്ക് പോകാതിരിക്കാൻ. ഇപ്പോൾ ഈ കാണുന്ന കുളത്തിൽ ഇപ്പോൾ മഴ പെയ്ത് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഇപ്പോൾ നമ്മളിത് മീനിനെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മീനിനൊക്കെ കുളത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച്, എത്ര മീനുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ മീനുകളൊക്കെ കുളത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കടുണ്ടല്ലോ, അതാണ് പോകുന്നത് കാണുന്നത്. ഇപ്പോൾ കുളത്തിൻ്റെ നടുക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നടക്കുന്നത് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ബ്രീഡാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് ഇപ്പോൾ വീണ്ടും കുളത്തിൽ വെള്ളമായപ്പോൾ കുളത്തിലേക്ക് തന്നെ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നാച്ചുറലായിട്ടുള്ള ഫീഡൊക്കെ ഇതിന് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ മീനുകൾക്ക് ലൈഫ് ഫീഡ് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് വളരുന്ന മീനുകളാണ്. അപ്പോൾ കുളത്തിൽ വെള്ളമായ സമയത്ത് തന്നെ നമ്മളിതിനെ തിരിച്ചിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്നത് ഇനിയിപ്പോൾ തിരിച്ചിറക്കിയ സമയത്ത് ഇതിൽ നിന്ന് കുറേ കുഞ്ഞുങ്ങളെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. വരാലിൽ നിന്നായാലും പൊരിക്കുന്നായാലും നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷകൾ. അപ്പോൾ എല്ലാറ്റിനും നമ്മൾ തിരിച്ചിറക്കിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് നോക്കിയ സമയത്ത് കിട്ടിയുള്ള എണ്ണി കൗണ്ട് ചെയ്ത സമയത്ത് ഒരു 50 പൊരിക്കിനും അതുപോലെ തന്നെ 40 വരാലിനെയാണ് നമ്മൾ ഇതിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കടുവനും പിന്നെ കുറച്ചെണ്ണത്തിന് ഏകദേശം ഒരു 10-12 അത്ര വലിയൊരു ആക്റ്റീവായിട്ട് തോന്നാത്തത്, വലയിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട സമയത്തും ആക്റ്റീവായിട്ട് തോന്നാത്തത് നമ്മൾ എന്ത് ചെയ്ത് നമുക്ക് കഴിക്കാനും വേണ്ട ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ 100-105 ആ കൗണ്ടിൽ മീനുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ആ ടാങ്കിൽ ഏകദേശം 100-105 മീനിനെ നമുക്ക് നല്ല രീതിയിൽ എയറേഷനോ ഫിൽട്രേഷനോ സംവിധാനമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ഈ ഒരു കുളത്തിലേക്കാണ് ഇപ്പോൾ മീനുകളൊക്കെ മാറ്റിയിട്ടുള്ളത്. ഈ കുളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പാടത്തിൻ്റെ ഒരറ്റത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോളുകളുണ്ട്. മീനുകൾക്ക് പുറത്തേക്ക് പോകാനും വരാനും കഴിയുന്ന ഹോളുകൾ ഇവിടെ ഈ ഒരു സൈഡിലും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും കാണാൻ പറ്റും. വർഷക്കാലമായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ തവളക്കുഞ്ഞുങ്ങളും പരൽമീൻ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തേക്ക് കയറി വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. വർഷക്കാലത്ത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളും ഇതിലുണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് വരാലിനും അതുപോലെ തന്നെ വരാലിനൊക്കെ ആ സമയത്ത് നല്ല രീതിയിൽ ഫീഡും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ആർട്ടിഫിഷ്യൽ പോണ്ടിൽ ഇതിനെ എത്രത്തോളം വളർത്തുന്ന സമയത്ത് നമുക്ക് ലൈഫ് ഫീഡ് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ തന്നെ കുളങ്ങളിലൊക്കെ നമുക്ക് ഇതിനെ വളർത്താൻ പറ്റുമെന്ന് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ വീണ്ടും വരാലിനെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അത് ബ്രീഡാവുന്നുള്ള പ്രതീക്ഷയിലാണ്. നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.